കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം
പ്രൈസ് ദ ലോർഡ്. സ്നേഹപൂർവ്വം മന്നയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ബൈബിളിനെ അടിസ്ഥാനമാക്കി നാം ഓരോരുത്തരും എന്ത് ത്യാഗം സഹിച്ചും കാത്തു സൂക്ഷിക്കേണ്ട വിശ്വാസമെന്ന അമൂല്യമായ നിധിയെക്കുറിച്ചാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 1 തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. അതുപോലെ തന്നെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 6 തിരുവചനത്തിൽ പറയുന്നു: വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധി ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും നാം ഓരോരുത്തരും വിശ്വസിക്കണം. പൂർണ്ണമായും ദൈവത്തിൻ്റെ ദാനമായ വിശ്വാസം എന്ന കൃപയിൽ ശരണപ്പെട്ട ചില വ്യക്തിത്വങ്ങളെ വിശുദ്ധ ബൈബിളിലും അപ്പോസ്തലിക സഭയിലും പാരമ്പര്യത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായി അടിസ്ഥാനമായി വേണ്ട ഒരു വരമാണ് വിശ്വാസം എന്നുള്ളത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10 അധ്യായം അതിൻ്റെ 9 തിരുവചനം ഇങ്ങനെ പറയുന്നു: യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിച്ചു. വീണ്ടും തിരുവചനം പറയുന്നു: കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ നമ്മൾ രക്ഷ സ്വന്തമാക്കണമെങ്കിൽ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഈ വിശ്വാസം നമുക്ക് കൂടിയേ തീരും. വീണ്ടും തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം അതിൻ്റെ 8 തിരുവചനം: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്, പ്രവൃത്തികളുടെ ഫലവുമല്ല. തന്മൂലം ആരും ഇതിൽ അഹങ്കരിക്കേണ്ടതില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു കാരുണ്യവും കൃപയുമാണ് വിശ്വാസം എന്നുള്ളൊരു വരം. നമ്മൾ തിരുവചനത്തിൽ വീണ്ടും കാണുന്നുണ്ട്, ശിഷ്യന്മാർ ഈശോയോട് പറയുന്നുണ്ട്, ഗുരു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന്. കാരണം വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഈശോ തോമസ് ലേഹായോട് പറയുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്: നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇതുപോലെ കടുകുമണിയോളമുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. യാക്കോബ് ശ്ലീഹ പറയുന്നത് പോലെ സംശയം കൂടാതെ ഉള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. എൻ്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്, ഞാൻ സകലമർത്യരുടെയും ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ജെറമ്യ 32:27 പറയുന്നത് പോലെ അചഞ്ചലമായൊരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൂട്ടായ്മയിലും നമ്മുടെ തിരുസഭയിലും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് വിശുദ്ധ ബൈബിൾ വായനയിലൂടെ, പരിശുദ്ധ ജപമാലയിലൂടെ, വിശുദ്ധരോടുള്ള വണക്കത്തിലൂടെ, അതിനേക്കാളൊക്കെ ഉപരി കൂദാശയെ എന്ന വിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെ ഈശോയെ നമുക്ക് സ്വന്തമാക്കുവാനും അതിലൂടെ നമ്മുടെ വിശ്വാസം ആഴപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും. വിശുദ്ധ ബൈബിൾ മുഴുവൻ ദൈവത്തിൻ്റെ മക്കൾക്കായി തന്ന വാഗ്ദാനങ്ങളാണ്. ആ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച പ്രവാചകന്മാരെയും വിശുദ്ധന്മാരെയാണ് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത്. വിശ്വാസം എന്ന പുണ്യത്തിലൂടെ ദൈവകൃപ കരസ്ഥമാക്കിയവരാണവർ. ദൈവത്തിലുള്ള പൂർണ്ണമായ ശരണമാണ് വിശ്വാസം. അതുപോലെ തന്നെ ദൈവവുമായുള്ള ആത്മബന്ധമാണ് വിശ്വാസം. ഇതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മുടെ വിശുദ്ധ ബൈബിളിൽ തന്നെയുണ്ട്. അതിൽ അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, രക്തസ്രാവക്കാരിയുടെ സ്ത്രീയുടെ വിശ്വാസവും സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസവും. അതിൽ നീണ്ട 12 വർഷങ്ങളായി രക്തസ്രാവത്താൽ വിഷമിച്ച സ്ത്രീ, എല്ലാവരാലും ഒറ്റപ്പെട്ടൊരവസ്ഥ, സാമ്പത്തികമായി തകർന്നു, ശാരീരികമായി തകർന്നു, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടൊരു സ്ത്രീ. അപ്പോഴാണ് യേശുവിനെ പറ്റി അവൾ കേൾക്കുന്നത്. ആ യേശുവിനെ പറ്റി കേട്ടവൾ രക്ഷനായ യേശുവിൽ ഒരു ദൈവത്തെയാണ് ദർശിച്ചത്. യേശുവിനെ കണ്ടുമുട്ടിയ അവസ്ഥയിൽ യേശു ജനക്കൂട്ടങ്ങളുടെ തിക്കും തിരക്കിലുമായിരുന്നു അവൾ കണ്ടുമുട്ടിയത്. അവൾ ആരോരും അറിയാതെ യേശുവിൻ്റെ പിറകെ ചെന്ന് അവൻ്റെ വസ്ത്രാഞ്ചലത്തെ തൊട്ടു എന്നാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്നത്. തൽക്ഷണം അവൾ സൗഖ്യമുള്ളവരായി. ഈശോ
പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ സ്പർശിച്ചത്? അപ്പോഴോ ചുറ്റുമുള്ളവർ സ്വാഭാവികമായും അമ്പരന്നിട്ടുണ്ടാകാം. കുറേ ആൾക്കാരുടെ ഇടയിലാണ് ഈശോ ഉള്ളത്. അപ്പോൾ ഈശോ പെട്ടെന്ന് ചോദിക്കുന്നു, ആരാണ് എന്നെ സ്പർശിച്ചത്? എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു. ഈശോയിൽ നിന്ന് ശക്തി നിർഗമിക്കുന്നത് നമ്മൾ ഓരോരുത്തരും വിശ്വാസമായ ദൈവിക കൃപയിൽ ആയിരിക്കുമ്പോഴാണ് നമുക്ക് സൗഖ്യം ലഭിക്കുന്നതിന് വലിയ ഉദാഹരണമാണിത്. പിന്നീട് ഈശോ ആ സ്ത്രീയെ കണ്ട് വളരെയധികം സന്തോഷിക്കുന്നതായി കാണാം. ഈശോ പറയുന്നു, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സമാധാനത്തിൽ പോവുക എന്ന്. അവിടെ നമുക്ക് ദൈവത്തിൻ്റെ 3 പ്രത്യേകതകളും കാണാൻ പറ്റും. ആരോരുമില്ലാത്തവരെ ചേർത്തണച്ച് മകളെ പറഞ്ഞ് വാത്സല്യത്തോടെ അണയ്ക്കുന്നൊരു ദൈവം, വൈദ്യന്മാരുടെ വൈദ്യനായ ക്രിസ്തു, ലോകത്തിനും എല്ലാ വൈദ്യന്മാരും ഉപേക്ഷിക്കപ്പെട്ട അവളെ ഈശോ സൗഖ്യപ്പെടുത്തുന്നു. ലോകത്തിന് തരാൻ പറ്റാതെ തരുന്ന ഒരു ദൈവം. അതുപോലെ തന്നെ അവൾ ശാരീരികമായ അവസ്ഥയിൽ മാത്രം സമഗ്ര മേഖലയിൽ അവളെ സൗഖ്യപ്പെടുത്തുന്ന ദൈവത്തെയാണ് നാം കാണുന്നത്. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ പറയുന്നു, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നമ്മളതിൽ പൂർണ്ണമായി വിശ്വസിച്ച് മുറുകെ പിടിക്കണം. വിശുദ്ധ യാക്കോബ് സ്ലീബയുടെ പുസ്തകം 5-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പറഞ്ഞു, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും. ഈ വിശ്വാസം എന്ന പുണ്യത്തിൽ അധിഷ്ഠിതമായി എന്നും നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈശോ ഇതേ അത്ഭുതം തന്നെ നമുക്ക് വ്യക്തിപരമായി ചെയ്തു തരിക തന്നെ ചെയ്യുന്നു നമുക്ക് വിശ്വസിക്കാം. ഇതേപോലെ തന്നെയാണ് സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസം. ഇത് ഈശോയെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവളുടെ വിശ്വാസം കണ്ട് അവൾ ഈശോയുടെ പിറകെ ചെല്ലുകയാണ്. ഈശോ പല കാരണങ്ങളും പറഞ്ഞ് അവളെ അവഗണിക്കുന്നുണ്ട്. അവൾ അതൊന്നും കണക്കിലെടുക്കുന്നതേയില്ല. ദൈവത്തോടുള്ള ശരണമാകുന്ന വിശ്വാസമാണ് അവിടെ കാണുന്നത്. അവളുടെ കൊച്ചുമകൾ സൗഖ്യപ്പെടണം എന്നതായിരുന്നു അവളുടെ ആവശ്യം. അവസാനം ഈശോ അവളുടെ വിശ്വാസം കണ്ട് പറയുന്നുണ്ട്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിനക്ക് സംഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ മകൾ സൗഖ്യപ്പെട്ടു എന്നാണ് തിരുവചനം പറയുന്നത്. അവിടെയും നമ്മൾക്ക് കാണാം ഈശോ നമ്മളുടെ വിശ്വാസം വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നൊരു ക്രിസ്തു, അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നൊരു ക്രിസ്തു. അവിടെ സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസത്തിൽ കുറച്ച് വ്യത്യസ്തതയുണ്ട് താനും. അവിടെ അവൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് നടത്തുന്നത്. അവളുടെ കൊച്ചുമകൾ, അവൾക്കല്ല സൗഖ്യം വേണ്ടത്, കൊച്ചുമകൾ സൗഖ്യപ്പെടണം എന്ന് പറഞ്ഞാണ് ഈശോയുടെ പിന്നാലെ വരുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയും ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ദൈവത്തിന് സ്ഥലകാല പരിധികളില്ല എന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റും. നമ്മൾ ഒരിടത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്ര മൈൽ അകലെയാണെങ്കിലും ഈശോന് അവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് വിശുദ്ധ ബൈബിളിൽ ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പറയുന്നു, ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം ദൈവം തിരികെ കൊടുത്തു, അത് ഇരട്ടിയായി കൊടുത്തു എന്നാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയും അതിലുള്ള പ്രാധാന്യവുമാണ് ഈശോ ചൂണ്ടിക്കാണിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ മരണവും അതിനുശേഷം ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നത് നമ്മളവിടെ കാണുന്നുണ്ട്. ഈശോ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബമാണ് ലാസറിൻ്റേത്. അപ്പോൾ ഈശോയ്ക്കറിയാം ലാസറിൻ്റെ രോഗം അത് മരണത്തിൽ കലാശിക്കാനുള്ളതല്ലെന്നും അത് ദൈവിക മഹത്വം ദർശിക്കാനുള്ളതുമാണെന്നും വ്യക്തമായിട്ട് ഈശോ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ലാസർ മരിച്ചു അടക്കി 4 ദിവസത്തിന് ശേഷമാണ് ഈശോ അവിടേക്ക് വരുന്നത്. ഈശോ വരുമ്പോൾ മാർത്ത ചെന്ന് ഈശോയെ കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഗുരു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന്. അപ്പോൾ ഈശോ അവളോട് പറയുന്നൊരു കാര്യമുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന്. എന്നിട്ട് മറിയം വന്ന് ഈശോയെ കാണുമ്പോഴും പറയുന്നത് ഇത് തന്നെയാണ്, ഗുരു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഈശോയിൽ ഒരേ ആഴത്തിലുള്ള വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈശോ അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയും ആ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ നമ്മളും നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഐക്യപ്പെട്ട് തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തമ്പുരാൻ ആ പ്രശ്നത്തിൽ ഇടപെടും, ആ പ്രശ്നം പരിഹരിച്ചു തരികയും ചെയ്യും. ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിത പങ്കാളി ജോലിക്ക് വേണ്ടിയിട്ട് പുറത്തു പോകുമ്പോൾ ചില സമയത്ത് ജോലിയിൽ പല ഇഷ്യൂസൊക്കെ ഉണ്ടാകാറുണ്ട്.
അപ്പം ഞങ്ങളോട് വിളിച്ച് പറയാറുണ്ട് പ്രാർത്ഥിക്കണം. ചിലപ്പം ക്ലയൻസിന് സാധനങ്ങൾ ഡെലിവറി കൊടുക്കാൻ താമസിക്കുന്നതുകൊണ്ടുള്ള ഇഷ്യൂസ് ആകാം, അല്ലെങ്കിൽ ഓർഡർ കിട്ടാനുള്ള താമസമാകാം. അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് വരുമ്പോൾ ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പം ഞാനും കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ആൻസർ എൻ്റെ ജീവിത പങ്കാളി ഞങ്ങളെ വിളിച്ച് പറയാറുണ്ട്. അതിലൂടെ എൻ്റെ വിശ്വാസം മാത്രമല്ല, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിശ്വാസവും വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് തമ്പുരാൻ്റെ സന്നിധിയിൽ വന്ന് നിന്ന് അവർ തമ്പുരാനോട് ആ പ്രശ്നം അവർ പറയും, എന്നിട്ട് ഞങ്ങളോട് പറയാറുള്ളൂ. അതുപോലെ തന്നെ ചില സമയത്ത് അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ആ കാര്യം നേടിക്കിട്ടാറില്ല. അപ്പോൾ അവർ എന്നോട് വന്ന് പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചത് കിട്ടിയില്ല എന്ന്. അപ്പം ഞാൻ മക്കളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, നമ്മുടെ തമ്പുരാന് നമ്മളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ആവശ്യമാണെങ്കിൽ ദൈവം തരും, അതല്ലെങ്കിൽ അത് വേണ്ടാന്ന് തമ്പുരാൻ വെക്കും. അതുകൊണ്ട് ഒരിക്കലും നിരാശരാകാതെ, ഇത് ദൈവം തന്നില്ലെങ്കിൽ പോലും നിരാശരാകാതെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലും തമ്പുരാനിലുള്ള വിശ്വാസം കൈവിടരുത് എന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് തന്നെ അവർ അതേ രീതിയിൽ വിശ്വാസം കൈവിടാതെ എൻ്റെ തമ്പുരാൻ എനിക്ക് തന്നില്ലേലും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിക്കാൻ ഇന്ന് ശക്തരാണ്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലഭിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഉടനടി പ്രാർത്ഥിച്ചതിന് ഉത്തരം ദൈവം തന്നില്ല എന്ന് വരാം. പക്ഷേ അത് നമ്മുടെ നന്മയ്ക്കാണെന്ന് കണ്ട് നമ്മളത് സന്തോഷിക്കണം. പിന്നീട് അത് ദൈവം വലിയ നന്മയാക്കി മാറ്റുക തന്നെ ചെയ്യും. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ വിശ്വാസത്തെ പ്രതി മരണം പോലും സ്വീകരിക്കാൻ തയ്യാറായവരെ നമ്മൾ കാണുന്നുണ്ട്. പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോഴും എൻ്റെ തമ്പുരാൻ്റെ കൽപ്പന ഞാൻ ലംഘിക്കില്ല എന്ന് പിടിച്ചു നിന്നവളാണ് സൂസന്ന. അതുപോലെ തന്നെ ഞങ്ങൾ സത്യദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, മറ്റാരുടെ മുമ്പിലും ഞങ്ങൾ കുമ്പിടില്ല എന്ന് പറഞ്ഞ ദാനിയേലിനെ സിംഹക്കുഴിയിലെറിഞ്ഞു, 3 യുവാക്കളെ തീച്ചൂളയിലെറിഞ്ഞു. അവിടെയും അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ദൈവം അത്ഭുതകരമായിട്ട് അവരെ രക്ഷിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാൻ ഒഴികെ മറ്റെല്ലാ ശിഷ്യന്മാരും വിശ്വാസത്തെ പ്രതി രക്തസാക്ഷികളായി തീർന്നവരാണ്. അനേക വിശുദ്ധരുണ്ട് നമ്മുടെ സഭയിൽ വിശ്വാസത്തെ പ്രതി രക്തസാക്ഷികളായി തീർന്നവർ. നമ്മുടെ ചുറ്റുവട്ടത്തുകൊണ്ട് ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷികൾ. എനിക്ക് ഏറ്റവും അടുത്ത് അറിയുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലെ കുടുംബനാഥൻ വിശ്വാസം ഉപേക്ഷിച്ച്, കൂദാശകൾ ഉപേക്ഷിച്ച് മറ്റു വിശ്വാസത്തിലേക്ക് പോയി. എന്നിട്ട് ആ ചേച്ചിയോട് പറഞ്ഞു, നീയും എൻ്റെ കൂടെ ഞാൻ പറയുന്ന ആ വിശ്വാസത്തിലേക്ക് നീ വരണമെന്ന്. പക്ഷേ ചേച്ചി പറഞ്ഞൊരു കാര്യമാണ്, ഒരിക്കലും കത്തോലിക്ക തിരുസഭയെ ഉപേക്ഷിക്കുകയോ കൂദാശകളെ വിട്ട് ഞാൻ ഒരിക്കലും വരികയില്ലെന്ന്. അതുമൂലം ഒത്തിരിയേറെ പീഡകൾ ചേച്ചി മാനസികമായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്നും ആ ചേച്ചി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേപ്പറ്റി. പക്ഷേ ചേച്ചി പറയുന്ന ഒരു കാര്യം ഇതാണ്, ഞാൻ എൻ്റെ വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നതിനെക്കാട്ടിലും നല്ലത് എനിക്ക് വിശുദ്ധ കുർബാന ഒരിക്കലും മറക്കുവാനോ വിശുദ്ധ കുർബാനയിൽ നിന്ന് മാറി നിൽക്കുവാനോ എനിക്ക് സാധിക്കുകയില്ല. എൻ്റെ വിശ്വാസം ഉപേക്ഷിച്ച് ഞാൻ പോകുന്നതിനെക്കാട്ടിലും നല്ലത് ഞാൻ മരിക്കുന്നതാണെന്ന് ചേച്ചി പറഞ്ഞു. അപ്പോൾ അത്രമാത്രം അടിയുറച്ചൊരു വിശ്വാസമാണ് ഈശോയിലുള്ളത്. നമ്മൾ ഏവർക്കും എന്ന വിശ്വാസികളായ എല്ലാവർക്കും ഏറ്റവും മാതൃകയാക്കാൻ പറ്റിയത് നമ്മുടെ പരിശുദ്ധ അമ്മയാണ്. വിശ്വാസം എന്ന പുണ്യത്തിലൂടെ ഒരേ സമയം ദൈവപുത്രൻ്റെ മാതാവും കന്യകയും നമ്മുടെ അമ്മയുമായി മാറിയവൾ. അതിലൂടെ അവൾ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ആനന്ദമായി മാറി. വിശ്വാസം എന്ന വിളക്ക് കെടാതെ കാത്തു സൂക്ഷിച്ചവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. അമ്മ എവിടെയും പതറിപ്പോകുന്നതായി നമ്മൾ കാണുന്നതേയില്ല. മംഗളവാർത്ത മുതൽ കാൽവരി വരെയും പിന്നെ തുടർന്നുള്ള യാത്രകളിലെല്ലാം വിശ്വാസം എന്ന വിളക്കായിരുന്നു അമ്മയെ നയിച്ചിരുന്നത്. അമ്മയ്ക്ക് നന്നായി അറിയാമായിരുന്നു എൻ്റെ മകൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉദ്ധാനവുമെല്ലാം മാനവകുലത്തിൻ്റെ നന്മയ്ക്കായി രക്ഷയ്ക്കായി മാറുമെന്ന് അവളത് ഹൃദയത്തിൽ വിശ്വസിച്ചു. അതുമൂലം അമ്മ ഇന്ന് ലോകത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു സ്ത്രീത്വമായി മാറി. അതുപോലെ തന്നെ അമ്മ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ ജപമാല. ഈ ജപമാലയിലൂടെ തിന്മയെ എതിർത്ത് തോൽപ്പിക്കുവാനും പുണ്യങ്ങളാൽ വളരുവാനും ഇത് സഹായിക്കുന്നുണ്ട്. ഈ ജപമാല ചൊല്ലുന്നതോടെ നമ്മൾ ഈശോയുടെ ജീവിതത്തെപ്പറ്റി തന്നെയാണ് ധ്യാനിക്കുന്നത്. അതിലൂടെ നമ്മൾ ഈശോയിലേക്കാണ് എത്തുന്നത്.
ഇതുതന്നെയാണ് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ആഗ്രഹം. നമ്മൾ ഓരോരുത്തരും ഈശോയുമായി ഒന്നാവാൻ, അവനിൽ എത്തിച്ചേരുക. അതിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ആരാധനയായ കൂദാശകളുടെ കൂദാശയായ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയുടെ ശരീര രക്തങ്ങൾ ഭയഭക്തി ആദരവോടെ സ്വീകരിച്ച് നാം ഈശോയെ സ്വന്തമാക്കി ഈ ലോകത്ത് ജീവിച്ച് നിത്യജീവന് അർഹതയുള്ള മക്കളായി മാറാൻ. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ദൈവാനുഭവം അഥവാ പരിശുദ്ധ കുർബാനയുടെ അനുഭവം. അവിടെ പറയുന്നു, തിരുവചനത്തിൽ പറയുന്നു, അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അപ്പോൾ അവർ അവരെ തിരിച്ചറിഞ്ഞു. എപ്പോഴാണ് ഈശോ ആശീർവദിച്ച അപ്പമെടുത്ത് അവർക്ക് കൊടുത്തത്, അപ്പോഴാണ് അവിടെ ആത്മീയമായ കണ്ണ് തുറക്കപ്പെടുന്നതും കൂടെ സഞ്ചരിച്ചവൻ ഉദിതനായ ഈശോ ആണെന്നുള്ള തിരിച്ചറിവും അവർക്കുണ്ടാവുന്നത്. അപ്പോഴാണ് അവർ ഓർത്തത്, അവൻ തിരുലിഖിതങ്ങൾ വിവരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നു എന്നൊക്കെ. ഈശോയുടെ സാന്നിധ്യം അപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത്. അപ്പോഴാണ് അവർ പൂർണ്ണമായി വിശ്വസിക്കുന്നത്, നമ്മുടെ കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈശോ രണ്ടാമത് ഭൂമിയിലേക്ക് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കാണുമോ എന്ന് ഈശോ വേദനയോട് ചോദിക്കുന്നുണ്ട്. ഈശോ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഈ കാലഘട്ടത്തിൽ നമുക്ക് ആഴമേറിയ ഒരു വിശ്വാസം ആവശ്യമാണ് എന്നുള്ളതാണ്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ചൊല്ലുന്നൊരു വചനമുണ്ട്, കർത്താവെ, അങ്ങൻ്റെ വീട്ടിൽ വരുവാനുള്ള യോഗ്യത എനിക്കില്ല, അങ്ങൊന്ന് കൽപ്പിച്ചാൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഇതുപോലുള്ള ആഴമേറിയ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം, അടിയുറച്ചൊരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. കാരണം വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല. ജോബിനെ അനുഗ്രഹിച്ച ദൈവം നമ്മുടെ സഹനത്തിലും നമ്മുടെ കൂടെ നിൽക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുവചനം, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. ഈ വചനത്തിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആത്മാവും ജീവനുമാകുന്ന ഈ വചനം നമ്മളിൽ ഓരോരുത്തരിലും, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ തിരുസഭയിൽ മാംസം ധരിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ, നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം